ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല, അത് അമ്മ ഇച്ചിരി പ്രശ്നമാ, ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലത് കാല് വെച്ച് കയറ്. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെയുള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി 8 പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങൾ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന്റെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും അനുഗ്രഹം തരൂ. ഇല്ല, തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? 8 പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്.
എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മനുഷ്യന് ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശു. ഈ തളക ഉറക്കൂല. ഇനി കുറച്ച് റൂട്ടാക്കാം. സാറേ ഡെയിലി വരണം കേട്ടോ. ഡെയിലി വന്നാലേ വയറ് കുറയും. ലോറൻസ് സാർ വരുമ്പോൾ മാത്രം വന്നിട്ട് കാര്യമില്ല. സാർ ഓൾറെഡി ഫിറ്റാ. അത് വൈകുന്നേരം ആകുമ്പോഴല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ വയറ് വേണം. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ നിങ്ങളമാതിരി വയറ് ഒട്ടിച്ച് പിടിച്ചിട്ട് ഇത് ഭയങ്കര ഗ്ലാമറാന്ന് വിചാരം. ഇത് ഭയങ്കര ബോറാത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബോഡി ഷെയ്മിങ്ങാണ്. ഞാൻ കേസ് കൊടുത്ത ആളുണ്ടല്ലോ, നിങ്ങൾ ആഫീസ് പൂട്ടും. ചെല്ലി ഞാൻ ഫീസ് കൊടുത്തിട്ടില്ല ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് ട്രെയിനർ ചമ്മിയില്ലേ? എങ്ങനെയെങ്കിലും ഒട്ടിക്കിട്ടാൻ വേണ്ടിട്ടാ ഞങ്ങള് കളിക്കുന്നത്. ഞാനും അതിന് തന്നെയാ. തുടങ്ങിയോ? ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ. ഒന്നടിക്കുന്നു. അടിച്ചിട്ട് സംസാരിക്കാണ് അതിന്റെ രീതി. അല്ലാണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ അടിക്കുമ്പോൾ ഒന്നിൽ നിൽക്കൂല, മിനിമം 4 അടിക്കണം. എനിക്ക് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടേ. ആ അതുകൊണ്ടാ ചിലപ്പോൾ 5 ആവും. ഇവിടുത്തെ പണിക്കാർ സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട്. പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണമെന്നാണ് പറയുന്നത്. പണിക്കാരാണ് ഇല നുള്ളിയിട്ടും തീരുന്നില്ല. കൂട്ടിക്കൊടുക്കാനോ? എടോ ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ. ഇതൊക്കെ ഞാൻ വിചാരിച്ചാൽ നടക്കൊന്നുമില്ല. മാനേജ്മെന്റ് തീരുമാനോ? സാറ് വിചാരിക്കണോ മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും? മാനേജ്മെന്റ് മാത്രം ഇവിടെ സൂചിച്ചാൽ മതിയോ? പണിക്കാർക്കും സൂചിക്കണ്ടേ? വേണ്ടേ? ഒന്നുകൂടി അടിക്കാം. സൂചിക്കണം. കുറ്റിനി അടിക്കണ്ട. നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ. എടാ കോപ്പിലെ മാനേജറെ, ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂല. ചെറ്റേ പറ്റൂലേ? പറയ്. സാർ ഓവറായി പോയി സാർ. നാളെ കുറെ വർക്ക് ഉണ്ട്. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്നും ഇത് കിട്ടിയാലെനിക്ക് ശരിയാവും. എടാ ഇത് ലോറൻസിന്റെ കോടാണോ? എന്തെങ്കിലും പ്രശ്നമാവോ? ഓ പോവാൻ പറ. ഇറങ്ങണ പുറത്ത്. അതിന് തനിക്ക് എന്തിൻ്റെ കടപ്പാടോ? താൻ്റെ മാനേജറല്ലേ? തന്നെ കണ്ടോളൂ. നമ്മളെ ഇറക്കണോ? ഇവനേതാണ്?
എന്താ സാറേ നോക്കുന്നേ? ഇത് സ്ഥലം വേറെയാ. തന്റെ കളിയൊന്നും ഇവിടെ നടക്കൂല കേട്ടോ. മനസ്സിലായോ? സാറേ സാറേ പഴയ സൂക്കട് തുടങ്ങിയ പഠിച്ചോനെ. ഒന്നെങ്കിൽ തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടണം. എന്ത് പറയുന്നു? പൂക്കുട്ടി ഇവിടെ നിന്ന് പോകുന്നു തോന്നുന്നുണ്ടോ? സാറിന് തണുക്കുണ്ടോ? താൻ വേണമെങ്കിൽ അടിച്ചു അടിച്ചു. എനിക്ക് ചൂടാണല്ലോ. തീരെ ചൂടില്ല. ചൂടെടുത്തിട്ട് മനുഷ്യ ഉണക്കമീൻ പോലെ ആയിപ്പോ. പൂക്കുട്ടി ഇവിടെ നിന്ന് പോവും. ഇനി കൊല്ലാനുള്ള പരിപാടിയാണോ? എന്താ സാർ അങ്ങനെ പറഞ്ഞേ? ഒരു റിയാക്ഷനും ഇല്ലല്ലോ. ധൈര്യത്തിനൊന്നും അടിക്കാം. സാറേ, സാറിനൊരു കല്യാണം കഴിച്ചൂടെ? കാരണം ആ റോസ്മേരി ആയിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്കറിയാം. അത് വെറും ചുറ്റിക്കളിയാണോ അല്ല ഈ കാര്യം കഴിഞ്ഞിട്ട് വിടാനുള്ളതാണോ? എത്ര എത്ര കുട്ടികളല്ലേ സാറിങ്ങനെ പറ്റിക്കുന്നത്? ഓർക്കറിയോ? മുഴുത്ത പ്രാന്താണല്ലേ. മുഴുത്ത പ്രാന്ത.